ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇത് ഏകദേശം നമ്മൾ ഒരു 4-5 വർഷത്തിന് മുമ്പ് ചെയ്ത ഒരു ടെക്സ്ചർ ഡിസൈനാണ്. അതായത് ഇവിടെ 2 പില്ലറിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഏകദേശം നല്ല വെയിലൊക്കെ അടിക്കുന്ന സ്ഥലത്താണ് ഈ ഡിസൈൻ ചെയ്തത്. അതായത് ഈ പില്ലറിന് നല്ല വെയിൽ ഉച്ച സമയത്ത് നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ്. എങ്കിൽ തന്നെ ഇതിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു കുഴപ്പവും ഇവിടെ ഇതിന് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇത് കാണിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് പുറത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം ഏതൊരു സാധനവും നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറേ കാലം കഴിയുമ്പോൾ അത് നമുക്ക് കണ്ട് നമുക്കിതൊന്ന് മാറ്റണം, ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ, അതായത് നമുക്ക് അധികം ചിലവില്ലാതെ നമുക്കിത് മറ്റൊരു രീതിയിലേക്കാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ടെക്സ്ചർ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്കൊരു ഉപകാരം കൂടിയാണിത്. കാരണം ടൈൽസോ ഇല്ല ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരുപാട് പിന്നെ ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ. അതിൻ്റെ പുറത്ത് പിന്നെ ചെയ്യാനായിട്ട് പാടാണ്. നേരെ മറിച്ച് ടെക്സ്ചർ ഡിസൈൻ ആകുമ്പോൾ നമുക്ക് എന്ത് വേണേലും അതിൻ്റെ പുറത്ത് പിന്നീട് ചെയ്യാം. ഏത് കളറാക്കാം, ഏത് പാറ്റേണും നമുക്ക് മാറ്റി ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എപ്പോഴും നമുക്കിതിൻ്റെ ഒരു പുതുമ നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ആദ്യം എടുക്കേണ്ടത് ടെക്സ്ചർ പുട്ടിയാണ്. ഇത് ഗ്യാൽടെക്സിൻ്റെ സ്റ്റുക്കോ പ്ലാസ്റ്റർ ഫൈൻ എന്ന ടെക്സ്ചർ പുട്ടിയാണ്. ഇത് നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ നല്ലൊരു വടിയോ എന്തെങ്കിലും വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ നമുക്ക് കുറച്ചെടുത്ത് മാറ്റാം. ഇത് സ്റ്റെൻസിലാണ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ അത്യാവശ്യം നല്ല കനമുള്ള സ്റ്റെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ആ ടെക്സ്ചർ വരുന്നത് നല്ല ഒരു ഗേജ് കിട്ടും. അപ്പോൾ ഇത് പുട്ടി അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് 4 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും പുട്ടി ബ്ലേഡുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റെൻസിൽ നമുക്ക് ഈ പില്ലറിൽ റൗണ്ട് പില്ലർ ആയതുകൊണ്ട് ഒരാളിതുപോലെ പിടിച്ചു കൊടുക്കണം. നേരെ മറിച്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പില്ലറാണെങ്കിൽ നമുക്ക് മാസ്കിംഗ് ടേപ്പ് പൊട്ടിച്ചാൽ മതി. ഇതിപ്പോൾ ഒരാളെ പിടിക്കാതെ രക്ഷയില്ല. അപ്പം ഒരാളെ കൊണ്ട് നമുക്ക് പിടിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ആ ചെറിയ ബ്ലേഡ് കൊണ്ട് നമുക്ക്
പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ച് നമുക്ക് ആ ബ്ലേഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലും കറക്റ്റായിട്ട് നമുക്ക് ആ എഡ്ജ് എല്ലാം ക്ലിയറായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് അറേഞ്ച് മാസ്കിംഗ് ടേപ്പ് ആ ഓരോ ഗ്രൂവിനും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതായത് നമുക്ക് ആ ഒരു പൊഴി നമ്മൾ അടയ്ക്കുന്നില്ല. അപ്പോൾ ആ പൊഴി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ടെക്സ്ചർ പുട്ടി ഇടാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പൊഴി അടച്ചു കൊടുത്താൽ നമുക്ക് പിന്നീട് ആ ടേപ്പ് ഇളക്കി കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആ പൊഴി അവിടെ കിട്ടും. അതിനുശേഷം വീണ്ടും നമ്മളിത് അതായത് ഒരു കറക്റ്റായിട്ടൊരു ഇതനുസരിച്ച് വെച്ച് കൊടുക്കുക. ആ ഒരു സ്റ്റെൻസിൽ മനസ്സിലായേ? ഇത് മറ്റൊരു ഐറ്റമാണ്. അതായത് നമ്മൾ ടേബിൾ മാറ്റായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഇടഭാഗത്തായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് അനുയോജ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം സംഭവം ഞാനത് ഇട്ട് നോക്കി, അത് കുഴപ്പമില്ല, നല്ല സാധനമാണ്. നമുക്ക് ആ ഒരു ഇടയ്ക്ക് കുറച്ച് കളം പോലെ ഉണ്ടായിരുന്നു, അവിടത്തേക്ക് ഇത് കറക്റ്റ് ചേർന്നു എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഇതൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആ ടേപ്പ് എല്ലാം റിമൂവ് ചെയ്യാം. അതായത് നന്നായി പുട്ടി ഉണങ്ങുന്നതിന് മുമ്പ് ഈ ടേപ്പ് അങ്ങ് റിമൂവ് ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു ഗ്രൂവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ അത് നന്നായി ഉണങ്ങാനായിട്ട് നമുക്കൊരു ദിവസം സമയം നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് ക്ലോത്ത് പേപ്പറാണ്, 100-ൻ്റെ ക്ലോത്ത് പേപ്പർ. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് നന്നായി ഒന്ന് പേപ്പർ പിടിച്ചു കൊടുക്കുക. ഇപ്പോൾ പേപ്പർ പിടിക്കുന്നതോടുകൂടി നല്ലൊരു ഇതായിട്ട് സ്മൂത്തായിട്ട് മാറും. നമുക്ക് തൊട്ട് നോക്കുമ്പോഴായാലും നല്ലൊരു സ്മൂത്ത് ആയിട്ട് മാറും. ഇത് മാജിക് ബ്ലാക്കാണ്, അതായത് ബേസ് കോട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാജിക് ബ്ലാക്കാണ്. ഇൻഡിഗോയുടെ എക്സ്റ്റീരിയർ എമൽഷനാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബ്രഷ് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നമുക്ക് ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കരുത്. നമുക്കൊരു കുറച്ച് വെള്ളം, അതായത് ഒരു ലിമിറ്റിന് ചേർക്കുക. ശരിക്കും കവറാക്കി അടിച്ചു മാറുക. അങ്ങനെ കവറാക്കി നമ്മൾ അടിക്കുകയാണെങ്കിൽ ഒറ്റ കോട്ടിൽ തന്നെ നമുക്ക് നിർത്താം. ഇത് ബോട്ടിൽ സ്പ്രേ ആണ്. അപ്പോൾ ഒന്ന് ബ്ലൂ കളറും ഒന്ന് റെഡുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ആ ബ്ലാക്ക് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഈ ബോട്ടിൽ സ്പ്രേ നമ്മൾ ഇതേപോലെ ഒന്ന്, അതായത് തീർത്ത് നമ്മൾ കവറാക്കി അങ്ങ് അടിക്കുന്നില്ല. അപ്പം ഇടയ്ക്കിടയ്ക്കായിട്ട് വിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഫുൾ കവറാകരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ വർക്കിൻ്റെ മെയിൻ ഒരു പ്രത്യേകത കൂടിയാണിത്. അപ്പം നമുക്ക് ആ ബേസ് കോട്ടിൽ നമുക്ക് അതായത്
നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ടോപ്പ് കോട്ടും ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇതുവരെ ഞാൻ ആരും അങ്ങനെ ചെയ്തതായിട്ടും എനിക്കറിയില്ല, ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പം ഞാൻ സംഭവം ഇതിപ്പം ചെയ്ത് നോക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ആ റെഡും നമ്മൾ ആ ബ്ലൂവും നമ്മളിവിടെ സ്പ്രേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊരു 1 മണിക്കൂർ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമുക്കതിന് ശേഷം മെറ്റാലിക് കോപ്പർ അത് ഈ പറഞ്ഞ പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് അത് നമുക്ക് ഇതുപോലെ ഒരു ബ്രഷിന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫുൾ കവറായി പോകരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഒന്ന് വാഷ് ചെയ്ത് വിടുകയോ ചെയ്യാവുള്ളൂ. ഇതേ രീതിയിലൊന്ന് വാഷ് ചെയ്ത് വിടുക, അതായത് മൊത്തത്തിൽ കവറാകരുത്. അതായത് സീനൊക്കെ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത് കാരണം, ഇല്ലെങ്കിൽ അതൊരു ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ കുറച്ച് സ്പീഡിലിട്ടത്. അപ്പോൾ നമ്മളിതിപ്പോൾ കോപ്പർ ഇട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് MRF ഗോൾഡാണ്. അതായത് ഇത് ടിന്നർ ബേസാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അതുപോലെ തന്നെ ഒരു ബ്രഷിനകത്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടിന്നറിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് SP58 ടിന്നർ ഉപയോഗിക്കാം. അതിനുശേഷം ഇതുപോലെ ലൈറ്റായിട്ട്, അതായത് ആ കോപ്പറും മൊത്തത്തിൽ കവറായി പോകരുത്. അപ്പോൾ ആ കോപ്പറും അവിടെ കുറച്ച് വേണം. നമുക്കത് ആ ഒരു കണക്കിന് ലൈറ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. കണ്ട, നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് നമുക്ക് വളരെ ഏറെ ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അതായത് അത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. അപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷായിരിക്കുകയാണ്. അതായത് ശരിക്കും ഒരു പട്ടുസാരിയുടെ ഒരു കളർ, അതായത് ഏതൊക്കെ കളറാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നതെന്ന് ഇത് ഒരു മനുഷ്യർക്കും നമുക്കിത് നോക്കി പറയാൻ കഴിയില്ല. കാരണം അത്രയ്ക്കും മനോഹരമാണ്. കാരണം ഏതൊക്കെ കളറാണെന്ന് പോലും ആർക്കും പിടികിട്ടില്ല. അതുപോലെ മനോഹരമായിട്ടൊരു ശരിക്കും ഒരു മയിൽപ്പീലിയുടെ ഒരു എഫക്റ്റ്, അതായത് ഒരു പട്ടുസാരിയുടെ, അങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്ന ഒരു വർക്കാണ്. അതായത് കണ്ട എല്ലാ ആൾക്കാർക്കും നല്ല അഭിപ്രായമാണ്. വർക്ക് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ മനോഹരമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുവാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.